ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ലഡു ഉണ്ടാക്കാം. അതുപോലെ തന്നെ 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ലഡു ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒത്തിരി സമയമില്ല, ഒത്തിരി ഇതിന് പണികളും ഇല്ല കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് കടലമാവ് വെച്ചിട്ടാണ്. കടലമാവ് മാത്രം മതി, കുറച്ച് പഞ്ചസാരയും മതി. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടും അതുപോലെ നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ടും അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന് പറയൂലേ, അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പേടയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ലഡു കിട്ടുക കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, കടലമാവ് തന്നെയാണ്. അപ്പം ഞാനിതാ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പം ഞാൻ ചെയ്ത ഒരളവ് കാണിച്ചു തരാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാനൊരു 3-4 ഏലക്കായും അതുപോലെ 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏലക്കയും ഗ്രാമ്പും നിർബന്ധമാണ്. അപ്പം അത് വേണം നമുക്കിതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ലോണം പൊടിച്ചിട്ട് അതോടെ മാറ്റി വെക്കുക കേട്ടോ. അത് പൊടിച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലമാവ് ഉണ്ടല്ലോ, അത് നമ്മൾ ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കണം. ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് ഈ ഒരു കടലമാവ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യിലിട്ട് കൊടുത്ത് ഇളക്കുമ്പോൾ തന്നെ നമുക്കിത് സെറ്റായി കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ സാവധാനമാക്കിയിട്ട് കണ്ടോ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നെയ്യും കടലമാവും കൂടി ഇങ്ങനെ കുതിർന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ സാവധാനമാക്കിയിട്ട് ചെയ്താൽ മതി. കണ്ടോ ഇതുപോലെ. അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് നെയ്യ് അത്യാവശ്യം വേണം കേട്ടോ. നെയ്യ് തന്നെ ചേർക്കാൻ വേണം, എന്നാൽ തന്നെ ഇതിന്റെ ആ ഒരു ടെക്സ്ചറും അതുപോലെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ കണ്ടല്ലോ, നമുക്കത് നല്ല സെറ്റായിട്ട് വന്ന് നമുക്ക് ആ ഒരു നെയ്യ് നല്ലോണം നമ്മുടെ കടലമാവ് നല്ലോണം വറുത്ത ശേഷമാണ് ഞാനിത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 1/4 കപ്പ് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലായ സമയത്ത് 1/4 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ആ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതിൽ എനിക്കിപ്പോ 1/4 കപ്പ് നെയ്യ് ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മള് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ 1/4 കപ്പ് ഇല്ല. അപ്പൊ ഞാനിതാ 1/4 കപ്പ് തികക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ മെൽറ്റ് ആക്കാത്ത നെയ്യ് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു 1/4 കപ്പ് നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള നെയ്യെല്ലാം ഇറങ്ങി വന്ന് ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു കടലമാവ് ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇത് കുറച്ച് സമയം അതുപോലെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഒത്തിരി ലൂസ് പോലെ അല്ലാണ്ട് ഒന്നങ്ങോട്ട് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ നമ്മൾ ആ പൊടി നല്ലോണം മൂത്തതിന്റെ ശേഷം മാത്രമേ ഈ അടുത്ത 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു പൊടി നല്ലോണം മൂത്ത് വെന്ത് വന്നുന്ന സമയത്ത് ഇതതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ഇത് ചൂടാറിയ ശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ചേർക്കാവുള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത പഞ്ചസാര ഈ ചൂട് തട്ടിയിട്ട് അത് മെൽറ്റ് ആയി പോവുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ഈ കടലമാവിന്റെ കൂട്ട് നന്നായിട്ട് തണിയണം. നന്നായിട്ട് തണിഞ്ഞ ശേഷം ഇതാ കുറേശ്ശെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പ് ഇതെല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ആ പൊടിയില്ലേ, അത് ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ആ സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ ഒറ്റയടിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു കടലമാവ് ചൂടാക്കി വെച്ചില്ലേ, അതിന് ഒട്ടും ചൂടും ഉണ്ടാവരുത്. അപ്പൊ അത് ചൂടൊക്കെ തണിഞ്ഞതിന്റെ ശേഷം ഇതുപോലെ നമുക്ക് അതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിതാ കുറച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഈ മിക്സ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 1 കപ്പാണ് കടലമാവ് എടുത്തിട്ടുള്ളത്, 3/4 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പറ്റൂല. അപ്പൊ മധുരം ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അപ്പൊ മക്കൾക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇത് മധുരത്തിന്റെ റെസിപ്പിയാണ്, നല്ല മധുരം. അപ്പൊ ലഡു ആണല്ലോ, അപ്പൊ അത്രയും മധുരം ഉണ്ടാവും. അപ്പൊ അത് പറ്റാത്തവർ ചെയ്യണ്ട, ഇഷ്ടമുള്ളവർ ചെയ്യാട്ടോ.
അപ്പൊ അതാ കണ്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു മിക്സ് ചെയ്തല്ലോ, ചെയ്തിട്ട് പിന്നെ അവിടെ വെക്കരുത് കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് അതേ ഇരിക്കുന്ന പോലെ തന്നെ സെറ്റായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ടൈറ്റിലൊന്നും അല്ല കിട്ടുക കേട്ടോ. കുറച്ച് ഇങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ പോലെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. വിട്ടിട്ട് മാറ്റി വെക്കണം. നമുക്ക് കട്ട പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിൽ നിങ്ങൾ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു മാവ് എന്ന് പറയുന്നത് ഈ രീതിക്ക് തന്നെ ഇരിക്കണം. എന്നിട്ട് 2-3 മണിക്കൂർ ഇരുന്നിട്ട് അത് സെറ്റ് ആവണം. അതിനാണ് നമുക്ക് ടേസ്റ്റ്. അതല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ടൈറ്റ് മാവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കരുത്. അപ്പൊ അത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ പഞ്ചസാര ഇതും കൂടി മിക്സ് ചെയ്ത് നല്ല ഫുള്ളായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് 2 മണിക്കൂറോളം 2-3 മണിക്കൂർ ഇപ്പൊ രാത്രി വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റന്നാളൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സെറ്റായി വരിക കേട്ടോ. ഇപ്പൊ ഇത് 3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബാറ്റർ നമ്മൾ ബോൾസ് ആക്കി വെച്ചല്ലോ, അത് ഒത്തിരി ഹാർഡാവുന്നതിന്റെ മുന്നേ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടെ അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്നും കൂടെ കൈ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ വെച്ചാൽ മതി. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതി. അപ്പൊ കണ്ടല്ലോ, നമ്മളെ കടലമാവ് വെച്ചിട്ട് ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ പഞ്ചസാര ഒക്കെ ചേർത്തല്ലോ, ആ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് ഇഷ്ടമാണെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല, അത് ഇങ്ങനെ കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടല്ലോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു ലഡുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കയറി കാണാത്തവര് എന്നിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ സപ്പോർട്ട് ആക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ കടലമാവ് വെച്ച് നമ്മൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ലഡു ഉണ്ടാക്കിയെടുക്കാൻ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ സെറ്റ് ആവാൻ 2-3 മണിക്കൂർ അവിടെ വെക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഉണ്ടാക്കാൻ പണി കുറച്ച് കുറവാണ് അല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒത്തിരി മധുരമുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ കണ്ടല്ലോ, ഇപ്പൊ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പൊ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഈ ഒരു ലഡു എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.